ഉചിതമായ നടപടി അതിൻ്റെതായ സമയത്തെടുക്കും. ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് പാർട്ടി മാതൃകാപരമായിട്ട് ഇത് സംബന്ധിച്ച വാർത്തകൾ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തോട് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം, സംസ്ഥാന പ്രസിഡന്റ്, തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ്, രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അസംബ്ലി ചേരുന്നതിന് മുൻപായിട്ട് തന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് ലെജിസ്ലേച്ചർ പാർട്ടിയിൽ നിന്ന്, കോൺഗ്രസ് MLA അല്ല അദ്ദേഹം എന്ന് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് കൊടുത്തു. അദ്ദേഹത്തെ കോൺഗ്രസ് MLA-മാരുടെ സീറ്റിൽ നിന്ന് അദ്ദേഹത്തെ അകറ്റിയിരുത്തി, മാറ്റിയിരുത്തി. അദ്ദേഹം ഭരണകക്ഷിയിലുമല്ല പ്രതിപക്ഷത്തുമല്ല അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തത്. അദ്ദേഹത്തിന് നിയമസഭയിലെ പ്രതിപക്ഷത്തിൻ്റെതായ യാതൊരു സംരക്ഷണം ഉണ്ടായില്ല. അദ്ദേഹത്തിനെതിരെ ഒരു പരാതി എനിക്ക് കിട്ടിയപ്പോൾ, എനിക്ക് കിട്ടിയ മിനിറ്റുകൾക്കകം ഞാനത് DGPക്ക് ഫോർവേഡ് ചെയ്തു. അതിൽ നടപടിയെടുക്കാൻ DGPയോട് ആവശ്യപ്പെട്ടു. പരാതിക്കാരിയോട് അതിന്റെ മറുപടിയും കൊടുത്തു. സംഘടനാപരമായി ഇത്രയും നടപടികൾ സ്വീകരിച്ചു നിൽക്കുകയാണ്. മറ്റ് നടപടികൾ സ്വീകരിക്കണമെങ്കിൽ, അതിനേക്കാൾ കടുത്ത നടപടികൾ സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്. ഞാൻ KPCC പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് എല്ലാ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചും കൂടുതലായി എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെങ്കിൽ ഹൈക്കമാൻഡ് അനുമതിയോടും കൂടി മാത്രമേ എനിക്ക് നടപടി സ്വീകരിക്കാൻ കഴിയുള്ളൂ. ഞാൻ അക്കാര്യത്തിൽ പാർട്ടിയുടെ എന്റെ ഉത്തരവാദിത്വം തക്ക സമയത്ത് നിർവഹിച്ച് ആവശ്യമായ നടപടികൾ. തെളിവുകളെ സംബന്ധിച്ച് പറയാൻ അല്ലല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ താങ്കളോട്. ജയിലിൽ കിടക്കുന്ന കളവ് കേസിലെ പ്രതികളെ CPM പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന പാർട്ടിയാണ്, പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ്. പത്മകുമാർ ജയിലിൽ കിടക്കുന്നു. ഗോവിന്ദമാഷ് പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പോകുന്നു. അദ്ദേഹത്തോട് യോഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തോട് നിങ്ങൾ എന്തായി പത്മകുമാറിന്റെ കാര്യം ചർച്ച ചെയ്തു എന്ന് ചോദിച്ചു. ആ കാര്യം ഇവിടെ ചർച്ച ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. ഗോവിന്ദമാഷ് പറഞ്ഞത് വേറെ പാർട്ടിയാണ്, വേറെ പാർട്ടിയാന്ന് പറഞ്ഞു. ഞങ്ങളതല്ല, ഞങ്ങൾ CPM-ൽ നിന്ന് വേറെ പാർട്ടിയാണ്. ഈ വിഷയം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സംഘടനാ പദവി രാജിവെപ്പിച്ചു, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അത് ഇതുവരെ പിൻവലിച്ചിട്ടില്ലല്ലോ. ഒരു പാർട്ടി പരിപാടിയിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുന്നില്ലോ. പാർലമെന്ററി പാർട്ടി സസ്പെൻഡ് ചെയ്തു, അത് സ്പീക്കറെ അറിയിച്ചു. ഇനി അടുത്ത നടപടിയിലേക്ക് കടക്കുന്നത് അതിന്റെ കാര്യങ്ങൾ ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കുക ഞാൻ പറഞ്ഞു.